ഇപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ നമുക്കുള്ള ഒരു ഇരിപ്പായിരുന്നു ഫസ്റ്റ് ലുക്കായി വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ സമാനമായിട്ട് ഭീഷ്മപർവത്തിൽ ഇതുമായിട്ട് ഏറെക്കുറെയൊക്കെ സാമ്യമുള്ള ഒരു ഇരിപ്പായിരുന്നു ഭീഷ്മപർവത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. അപ്പോൾ ഒരേ വിധത്തിലുള്ളൊരു ശരീരഭാഷയാണ് ഒരാളോട് പിന്നെയും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററായിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഭീഷ്മയ്ക്കുള്ള ഒരു മാസും ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ചിരിയുണ്ട്. ഇതൊക്കെ ഫീൽഡിൽ തന്നെ നമുക്ക് പറഞ്ഞിട്ട് അത് വരുന്നതാണ്. നമ്മളത് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ആ ദിവസം എടുത്തതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സ്റ്റില്. സോ അത് അരുണാണ് കോർഡിനേറ്റ് ചെയ്തത്. ബട്ട് വി ഓൾ ഹാഡ് ദിസ് ഐഡിയ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമുക്ക് വന്നു, കുറെ സ്റ്റിൽസ് കുറെ പോസ്റ്റേഴ്സ് തന്നു, അതെടുത്തു. അതിൽ ദ ബെസ്റ്റ് വൺ വി ചോസ്, അതാണ് പോസ്റ്ററായിട്ട് കാണുന്നത്. അങ്ങനെയല്ലേ ഭീഷ്മയുടെ ഫസ്റ്റ് പോസ്റ്റർ ഓർമ്മയുണ്ടോ? എങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെയാണോ ഇരിക്കുന്നത്? അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ്. അപ്പൊ സെയിം ബോഡി ലാംഗ്വേജ് ആണ്. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് ഇതില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. കാലം കേട്ടതും കണ്ടതും അല്ലെങ്കിൽ ഒന്നും പറ്റൂല. എന്ത് കാണാൻ? കാലത്ത് നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ കാലം മുമ്പ് നടക്കുന്ന കഥയാണ്. അപ്പൊ അതിനകത്ത് ഒബ്സർവേഷനോ ഇൻഫറൻസോ ഒന്നുമില്ല, സങ്കല്പം മാത്രമേ ഉള്ളൂ. ശൂന്യാകാശത്ത് നിന്ന് പിടിച്ചെടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളൂ. കളിയാക്കണം. എപ്പോഴത്തെ സിനിമ കാണാം, എന്നെ അത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ അത് ഞങ്ങൾ കുറച്ച് ഷോർട്സ് അതിനു വേണ്ടി ടീസറിനും ട്രെയിലറിനും വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അത് നിങ്ങൾ സിനിമ എന്തായാലും 2 ദിവസത്തിൽ കാണുമ്പോൾ അറിയാം എന്തൊക്കെ. അത് ബബുക്ക് തന്നെ ചെയ്തതാണ്. ഞാനൊരു ഐഡിയ പറഞ്ഞു ഇരിക്കണ രീതിയിൽ അത് ചെയ്തു. പക്ഷെ അത് അടിപൊളിയായി വന്നു. അത് ടീസറിൽ ഞങ്ങൾ ചെയ്തു. ട്രെയിലറിൽ വന്നൊരു സാധനം ടുവേഴ്സ് ദി എൻഡ് ഒരു ഷോട്ട് അങ്ങനെ പ്ലേസ് ചെയ്തു. ട്രെയിലർ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന്റെ ചിരി ഇറ്റ്സ് പോർട്രേയിങ് സം കൈൻഡ് ഓഫ് മാഡ്നസ് എന്ന് പറയാം. അപ്പോ മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അവർ ചിരിക്കുന്നതും അവർ കരയുന്നതും അങ്ങനെ ഒരു ഐഡിയ നേരത്തെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ട്രെയിലർ നമുക്ക് കട്ട് ചെയ്യാം ഈ ചിരി വെച്ചുകൊണ്ട്, ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞത്. സോ അങ്ങനെയാണത്. ദാറ്റ് വാസ് ദി ഐഡിയ ആക്ച്വലി. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ഫിലിമിലൊന്നും പറയുന്നില്ല. ഇത് ടോട്ടലി ഫിക്ഷണൽ സ്പേസിൽ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന ഒരു കഥയാണ്. കംപ്ലീറ്റ്ലി ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ആണ്. പണ്ട് കാലത്ത് അങ്ങനത്തെ ഒരു പേര് ഭയങ്കര കോമൺ ആയിരുന്നു, കുഞ്ഞമ്മൻ എന്നൊക്കെ പറഞ്ഞ്. അതായിരിക്കും അട്രാക്ഷൻ ഫീൽ ചെയ്തത്. അപ്പൊ പക്ഷെ ഈ കഥയ്ക്ക് വളരെ അത്യാവശ്യമായിരുന്നത് എനിക്ക് ടി ഡി സാറുമായി ഒരു സാറിന്റെ സപ്പോർട്ടിൽ ഡയലോഗ്സ് ഫ്രെയിം ചെയ്യാനും അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഈ കഥ എഴുതുന്നത്. സോ ഐ നീഡഡ് എ സപ്പോർട്ട്. അങ്ങനെയാണ് ടി ഡി സാർ ഇതിൽ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത്. സോ ഇറ്റ്സ് എ ടോട്ടലി ഫിക്ഷണൽ. അത് ലൈഫ് സ്റ്റോറിയോ ഏത് ഫാമിലിയോ ഇഷ്ടമൊന്നുമല്ല. ഇറ്റ്സ് എ ഫിക്ഷണൽ സ്റ്റോറി.
മമ്മൂക്ക ഇപ്പം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിനു ശേഷം അതിന്റെ പ്രൊഡ്യൂസർ പറയുകയുണ്ടായി എന്താണ്, മമ്മൂക്കയുടെ ചിത്രങ്ങൾ പ്രേക്ഷകര് ഇരു കൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷയുടെ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്കറിയാം, ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്കറിയാം എന്താണ്, ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പറഞ്ഞതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് സൂചിച്ചു അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എൻ്റെ സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രമാണ്. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കൂടെ ഉണ്ടാവും, വഴിയിൽക്കിട്ട് പോയി കളയും. എടുത്തായിരുന്നു ഞങ്ങളുടെ കുറേ നോവലുകളൊക്കെ കൊണ്ട് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് സമയത്ത് മമ്മൂക്കായ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു താങ്കളുടെ ഒരു റേറ്റിംഗ്? തീർച്ചയായും രാഹുൽ എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ച് പുറകിലുള്ള ഒരു കാലത്തെ കഥയാണ് പറയുന്നത്. ആ കാലത്തെ കാര്യങ്ങൾ അതേപോലത്തെ സംഭാഷണങ്ങൾ ഉപയോഗിച്ചാൽ ശരിയാവില്ല. അപ്പം ഏറ്റവും അതിന് യോജിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മമ്മൂക്കയുടെ ക്യാരക്ടറിന് വേണ്ടി ഡയലോഗ് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള സത്യം. നമ്മൾ എഴുതിയ ഡയലോഗ് നമുക്ക് പറയണ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. തീർച്ചയായിട്ടും മ്യൂസിക് ഡയറക്ടറെ പറ്റി 2 വാക്ക് പറയണം. സുശീൽ ശ്യാമിൻ്റെ ശിഷ്യനാണ്. മാക്സിമം സൗണ്ടിൽ കാലഘട്ടം ഫീൽ ചെയ്യിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇങ്ങനെ ചെയ്തു പോയി. ഇങ്ങനെയൊക്കെ സാധനം വന്നു. മറ്റേ ഷൂട്ടിൻ്റെ സമയത്ത് ഞാൻ ലൊക്കേഷനിൽ പോകുമായിരുന്നു. ഞാൻ രാഹുലേട്ടനായിട്ട് സംസാരിക്കും. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കുറച്ച് സാധനങ്ങൾ ഞാൻ ആ സമയത്ത് അയച്ചു കൊടുക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഉണ്ടായല്ല, കുറേ വർക്ക് ചെയ്ത് തന്നെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന പരിപാടിയല്ല. നല്ല സാധനം ആയി വരാൻ വേണ്ടി മാക്സിമം പണിയെടുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഇനീഷ്യൽ നമ്മുടെ ഷൂട്ടിന്റെ മുമ്പ് ക്രിസ്ത്യനെ ഞാൻ പരിചയപ്പെടും. ഞാൻ ആകെ പറഞ്ഞത് ഇതൊരു പീരിയഡ് ഫിലിമാണ്, മമ്മൂക്കയാണ് ലീഡ് ക്യാരക്ടർ, ഒരു ഫിക്ഷണൽ സെറ്റിംഗ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ തന്നെ എനിക്ക് ക്രിസ്റ്റോ ഒരു ഡെമോ എനിക്ക് അയച്ചു തന്നു. അതിലാണ് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയത്. സോ അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ ഫുൾ കുറേ ഇരുന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് ഓരോ സ്റ്റേജിനും ഷൂട്ടിംഗ് സമയത്ത് ക്രിസ്റ്റോ വന്ന് ഓരോ സീനിനും ഇങ്ങനെ സ്കോർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് ഷേപ്പ് ആയി വന്നത്. പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോയ ടൈമിൽ വിഷ്വൽ നമ്മൾ കാണും, രാവിലെ തന്നെ ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ വിഷ്വല് കാണുമ്പോൾ ഒരു എനർജി ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ എനർജിയുടെ റിസൾട്ട് ആയിരിക്കാം മേ ബി നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. സിദ്ധാർത്ഥനോടാണ് ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ തന്നെ 2 ഫിലിമില് ഒരുമിച്ച് അഭിനയിക്കും, സൂക്കേനും ഉണ്ട്, ഇപ്പൊ ബ്രഹ്മത്തില്. അപ്പൊ ഇതില് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറും മറ്റതിൽ കുറച്ച് സ്റ്റൈലിഷും ആണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? രണ്ടും 2 തരം സിനിമയാണ്. സോ രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ മമ്മൂക്കയുടെ കൂടെ 2 തരത്തിൽ തന്നെയാണ് അഭിനയിച്ചിരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തൊക്കെ പഠിക്കാൻ പറ്റി? അഭിനയം പഠിക്കാൻ പറ്റി. വേറെ
സിദ്ധാർത്ഥ ഈ പറഞ്ഞതുപോലെ അച്ഛൻ്റെ കാലം അമ്മയുടെ കാലഘട്ടമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ ഒത്തിരി അഭിനയിച്ചു വന്ന അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് ഇപ്പോൾ സിദ്ധാർത്ഥ എത്തുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കുമല്ലോ. അതെ, തീർച്ചയായും ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നു, നമ്മളത് യാഥാർത്ഥ്യമായിട്ട് അത് കാണുന്നു, തിയേറ്ററിൽ കിട്ടുന്നു. അതൊരു പുതിയ അനുഭവം തന്നെയാണ്. പ്രേക്ഷകരെ പോലെ തന്നെ അതിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും പുതിയ അനുഭവം തന്നെയാണ്. നമുക്ക് ടർബോ തിയേറ്റർ കുലുക്കും, ഇപ്പൊ കുലുക്കല് ട്രെൻഡാണല്ലോ. രാഹുലിന് ഫേസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും ബ്രഹ്മയുഗത്തിന്? ഫേസ് ചെയ്ത എനിക്കൊരു പേടിയായിരുന്നു നമുക്കിടൊപ്പം അധികം ആക്ഷൻ കണ്ടെന്നൊക്കെ പറയാം. ഓൾറെഡി ഒരു ഹൊറർ ഫിലിം ചെയ്തതാണെങ്കിൽ പോലും മമ്മൂക്കയുടെ കൂടെ ആയതുകൊണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നു ഫിലിമില്. അപ്പൊ അതില് ഫേസ് ചെയ്തിരിക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ചാലഞ്ചസ് ഉണ്ടാവും, എല്ലാ ഫിലിമിലും ചാലഞ്ചസ് ഉണ്ടാവും. ബട്ട് ആസ് ലോങ് ആസ് യു ഹാവ് എ വെരി ഗുഡ് ടീം, ടെക്നിക്കൽ സപ്പോർട്ട്, പ്രൊഡക്ഷൻ ഹൗസ് ആൻഡ് ആക്ടേഴ്സ് വാസ് വെരി സപ്പോർട്ടീവ്. നമ്മളത് അറിയില്ല ആക്ച്വലി. ഓരോ ദിവസം കഴിഞ്ഞ് പോകുന്നത് നമുക്കറിയില്ല. എല്ലാ ദിവസവും നെക്സ്റ്റ് ഡേ എന്താണ് ഷോട്ട് എടുക്കാനുള്ളതെന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാനിങ്ങനെ രാത്രി ഓരോ ദിവസവും ഇരിക്കാറില്ല. അപ്പോൾ നാളെ നമുക്ക് ഇത് ചെയ്യും, ഈ സീൻ ചെയ്യും എന്നുള്ള സെയിം വിത്ത് എവരിബഡി. ഞങ്ങൾ എല്ലാവരും എക്സൈറ്റ്മെന്റിലാണ് ഇരുന്നിട്ടുള്ളത്. സോ ദ ഹോൾ പ്രോസസ് ഇസ് ചാലഞ്ചിങ്. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫോർ ദാറ്റ് നല്ലൊരു ടീമാണ്. ഇതേമാതിരി സൗണ്ട് പ്ലേസ് വെരി ഗുഡ്. ജെഡിയാണ് സൗണ്ട് ചെയ്തിട്ടുള്ളത്. ഈ ഇത്തരം സിനിമകൾക്ക് സൗണ്ട് ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ആൻഡ് സപ്പോർട്ടിംഗ് കാസ്റ്റ് ലൈക്ക് മണികണ്ഠനുണ്ട്, ഹീസ് ഡൺ എ വെരി ഗുഡ്. മൈ എഡിറ്റർ ഷഫി ഈസ് ഡൺ എൻ അമേസിംഗ് ജോബ്. ആൻഡ് ഇതിൽ പാട്ട് എഴുതിയിരിക്കുന്നത് മൈ 2 ADs ആണ്. പൂമണി മാളിക എന്ന പാട്ട് അമ്മു മറിയ അലക്സ് എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മകൻ ദിന്നാർ പുത്തഞ്ചേരിയാണ് 3 പാട്ട് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി കളക്റ്റീവ് എഫേർട്ടാണ്. സോ അങ്ങനെയാണ് ഒരു പ്രൊജക്ട് അതിന് സ്ട്രെങ്ത് വരുന്നത്. ഇറ്റ്സ് ഓൺലി ഫീമെയിൽ ക്യാരക്ടർ ഇൻ ഫിലിം. സോ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അമൃത, ഇപ്പോ ഇതൊരു ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥാപരിസരമാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളോ ഒന്നും ഡയലോഗുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് തരില്ല. ഡയലോഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ സ്വയം നമ്മളെ റെസ്ട്രിക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ പെർഫോമൻസിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന വ്യത്യാസം എത്രത്തോളം ഉണ്ടായിരുന്നു പ്രമേയത്തിൽ? ഇത് ഒരു സങ്കല്പത്തിലുള്ള ഒരു കഥാപാത്രമാണല്ലോ. നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ്. അപ്പം അറിയില്ല, അങ്ങനെ ഒരു പറയാൻ പറ്റില്ല. അതാണ് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കണ്ടു നോക്കി 2 ദിവസം കഴിഞ്ഞ് പറയാം. ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു, ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. ഇവിടെയാണ് ദുൽഖറിന്റെ കൂടെ അഭിനയിച്ചു, ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും? ദുൽഖറിന്റെ കൂടെയാണ് എന്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മമ്മൂക്കയുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് എല്ലാ ആക്ടേഴ്സിന്റെയും ഒരു ആഗ്രഹമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയെങ്കിലും ചെയ്യാന്ന് പറയുന്നത്. അതായത് ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് മമ്മൂക്കയായിട്ട് ഇങ്ങനെ, അതായത് ആക്ടർ ആവാൻ വേണ്ടി വന്നാണ് ആ സമയത്ത്. അത് 10-21 വയസ്സൊക്കെ ഉള്ളപ്പോൾ മമ്മൂക്കയായിട്ട് സംസാരിക്കാനൊരു ചാൻസ് കിട്ടി. അപ്പം നമുക്ക് അന്ന് എന്നോട് പറഞ്ഞു, മോശം സിനിമയൊന്നും ചെയ്യണ്ട, നല്ല സിനിമകൾ ചെയ്താൽ മതി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ കൂടെ നല്ലൊരു ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. എപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടുള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഹൈപ്പർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ പ്രേക്ഷകർ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടുള്ളൂ. ഇപ്പൊ പ്രമേയത്തിൽ വരാൻ നേരത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തില് എത്തരത്തിലായിരുന്നു ഒരു പ്രസന്റേഷൻ കാര്യങ്ങൾ? എല്ലാവരും നമസ്കാരം. സാർ നമസ്കാരം. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. ഇതിൻ്റെ ഒരു ഭാഗമായി ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം. പിന്നെ 15-ാം തീയതി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പറയാൻ പറ്റില്ല. നമസ്കാരം. ഈ സിനിമയിൽ ആ ചോദ്യത്തിന് വേണമെങ്കിൽ ഞാൻ ചെറിയൊരു മറുപടി പറയും. സിനിമ എടുക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലോ കളറിലോ ഒന്നും നമുക്ക് തോന്നുന്നില്ല. സിനിമയാണ്. സിനിമ കണ്ടതിന് ശേഷമല്ലേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മനസ്സിലാവും. അത് കുറച്ച്
സീനുകൾ നമുക്ക് അഭിനയിക്കാൻ എന്നല്ലാതെ ഇത് എങ്ങനെ എടുക്കുന്നത് എങ്ങനെ വരുമെന്ന് നമുക്ക് അഭിനയിക്കുമ്പോൾ അറിയാം. അതാണ് പുള്ളി തപ്പിയത്. കുഴപ്പമില്ല, കറക്റ്റല്ലേ? ഏകദേശം തീരാറായ കാര്യങ്ങൾ. ഈ പ്രസ് മീറ്റിന്റെ പ്രത്യേകതയാണ് നമുക്കൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് പറയാനും പറ്റുന്നില്ല. നിങ്ങൾ ഇരിക്കേണ്ട ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് ഈ പറയുന്നത്. അല്ല, അങ്ങനെയാണ്. ഏകദേശം 30 മിനിറ്റായി ചോദിക്കുന്നത്. ഒന്നും ചോദിക്കില്ലെന്ന് പറയുന്നത്. സിനിമയെ കുറിച്ച് കൂടുതലും ചോദിച്ചത് നിങ്ങളല്ലേ? അല്ല, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രസ് മീറ്റ് വേണം കേട്ടോ നമുക്ക്. എന്നാലും എനിക്ക് കുറച്ച് ചോദിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെയാണ്? ഇല്ലല്ല, ഈ റിലീസ് കഴിഞ്ഞിട്ട്. റിലീസ് കഴിഞ്ഞിട്ട് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സിനിമ കണ്ടതിന് ശേഷം ചോദിക്കാനും പറ്റും. സിനിമ കണ്ടതിന് ശേഷമല്ലേ? കണ്ടു കാണും, എന്നിട്ട് നോക്കാനും. അപ്പൊ അങ്ങനെ അങ്ങനെ ഉണ്ടാവും. ശരി, ഒറ്റ ക്വസ്റ്റ്യൻ എല്ലാവരും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് തീരും. ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ മുമ്പ് പറഞ്ഞ മാതിരി ഒന്ന് കണ്ടു നോക്കും, ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എല്ലാവരും കൂടെ ഓഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ടാൽ അറിയാം.